ഐസ്ക്രീം ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഉണ്ടാവുമോ? ഉണ്ടാകും, പക്ഷേ കുറവായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ ഐസ്ക്രീം തിന്നിട്ട് നിൽക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ കഴിക്കാൻ പോകുന്നത് കോർണറ്റോ ആണ്. ഇംഗ്ലീഷ് കോൺ ബട്ടർ സ്കോച്ചിൻ്റെ കോർണറ്റോ. ഇത് കഴിച്ചിട്ട് നോക്കാം വയറ് ഫുള്ളാവും. നിങ്ങളുടെ ഫേവറേറ്റ് ഐസ്ക്രീം എന്താ? ബട്ടർ സ്കോച്ചിൻ്റെ കോർണറ്റോ ആണ്. ആർക്കൊക്കെ കൊതി വരുന്നുണ്ട് ഇത് ഞാൻ തിന്നുന്ന കാണുമ്പോൾ? നല്ല രസമുണ്ട്. ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു ഫ്ലേവർ സൂപ്പർ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ കോർണറ്റോ കഴിച്ചു. ഇനി ഞാൻ എടുത്ത് ഐസ്ക്രീമായിട്ട് നെക്സ്റ്റ് ടൈം കാണാം. രാവിലെ കോർണറ്റോ കഴിച്ചിട്ട് ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആദ്യം തിന്നണം. അപ്പോൾ ഫ്രൂട്ട് ബാർ, സ്ട്രോബെറിൻ്റെ ഒരു ഫ്രൂട്ട് ബാർ എടുത്തിട്ടുള്ളത്. നോക്കട്ടെ. ഷേപ്പ്ലെസ് ആണ്, പക്ഷേ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ്. സ്ട്രോബെറിയുടെ കളർ. അപ്പോൾ ഇത് തിന്നാം. സ്ട്രോബെറിൻ്റെ ഒരു തരി ഇടലില്ല തന്നെ ഉണ്ട്. നല്ല സ്ട്രോബെറി ടേസ്റ്റാണ്. ഇത് ഞാൻ വൃത്തി കാണിച്ചു. സ്ട്രോബെറിൻ്റെ തരിയൊക്കെ അതിനകത്ത്. അപ്പോൾ ഞാൻ തിന്നാൽ ഇനി ലഞ്ച് ടൈമിൽ കാണാം. ഒരു തിക്ക് ഐസ്ക്രീം ഷേക്ക്, അതാണിപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പിസ്താച്ചിയോലെ ഐസ്ക്രീം, പിന്നെ നേരത്തെ കഴിച്ച പോലത്തെ വാനിലയും സ്ട്രോബെറിയും ഉള്ള ഒരു ഫ്ലേവറുള്ള ഐസ്ക്രീം, പിന്നെ ഇത് ബോൾ ഐസ്ക്രീം ഉണ്ട്, പിന്നെ ഒരു സിപ്പപ്പും ഉണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഷേക്ക് ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും അറിയില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പുറത്ത് വെച്ചുകൊണ്ട് വെള്ളം പോലെയായി. ഒരു സ്കൂപ്പ് പിസ്ത. ബോൾ ഐസ്ക്രീം തുറക്കാം. ഈ ഐസ്ക്രീം എടുത്തിട്ട് അതും അതിനകത്തേക്ക് കോരിയിടാം. ലാസ്റ്റ്ലി സിപ്പപ്പ്, ഇതും മുറിച്ച് ഇതിനകത്തേക്ക് ഇടാം. അപ്പോൾ 4 തരത്തിലുള്ള ഐസ്ക്രീം ഇട്ടിട്ട് ഒരു ഷെയ്ക്കിങ് അടിച്ചിട്ട് കൊണ്ടുവരാം. അങ്ങനെ എല്ലാം കൂടി അടിച്ച് കൊണ്ടുവന്നപ്പോൾ പിസ്താച്ചിൻ്റെ കളറാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ടേസ്റ്റ് എന്തായാലും ഡിഫറെൻ്റ് ആയിരിക്കും, കാരണം ഡിഫറെൻ്റ് ഐസ്ക്രീംസ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇതാണ് ഐസ്ക്രീമുകളുടെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഷേക്ക്. പിസ്താച്ചിൻ്റെ കളർ ഉണ്ടെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ഐസ്ക്രീം ഷേക്ക് ടേസ്റ്റ് ചെയ്യാൻ പോയിരുന്നു. പിസ്താച്ചോ മാങ്ങേൻ്റെയും എല്ലാം ടേസ്റ്റ് ഒരുമിച്ച് മിക്സ് ആയിട്ടാണ് ഉള്ളത്. പക്ഷേ ഇതിൽ നല്ല ടേസ്റ്റ്, നല്ല തണുപ്പും. ഈ വെയിലിന്, ഈ ചൂടിന് അടിപൊളിയാണ്. ഇത് കുടിക്കുമ്പോൾ ഈ ചെവിൻ്റെ ഉള്ളിൽ നല്ല ഇങ്ങനെ എന്തോ ഒരു സാധനം ഇങ്ങനെ പോകുന്നത് പോലെയുണ്ട്. തണുപ്പിന് നല്ല തണുപ്പായിട്ട്. മേരി പോയിൻ്റെ ഐസ്ക്രീം, മാങ്ങേൻ്റെ ഷേപ്പുള്ള ഐസ്ക്രീമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് മാംഗോൻ്റെ ഐസ്ക്രീം, മാംഗോ പഴുപ്പിട്ടിട്ടുള്ള ഐസ്ക്രീമാണ്. ഇതൊന്ന് തിന്ന് നോക്കാം. ഉച്ചക്ക് വിശപ്പ് മാറ്റാൻ ഒരു മാങ്ങ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. മാങ്ങേൻ്റെ ഐസ്ക്രീം, മാങ്ങേൻ്റെ കളറാണ്. ടേസ്റ്റും മാങ്ങ തന്നെയായിരിക്കും. നല്ല പഴുത്ത മാങ്ങ.
खत्म हो गया लंच टाइम നമ്മുടെ മാങ്ങ കഴിഞ്ഞ് ഇനി തിന്നാൻ തോന്നുമ്പോൾ അടുത്ത ഐസ്ക്രീം എടുത്ത് തിന്നാം. ഒരു 3 മണിയായപ്പോ അടുത്ത ഐസ്ക്രീമിലേക്ക് ഞാൻ പോയി. ഇതാ ഇതിനെന്താ നിങ്ങളെല്ലാം പേര് പറയല്? മറക്കാൻ കിട്ടുന്നില്ലല്ലോ. റീസായിപ്പോയി. ഇതിന്റെ മൂടി എന്ന് പറയുന്നത്, അടപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ സ്റ്റാൻഡാണ്. നമ്മളിതാ ഇതിങ്ങനെ വെച്ചിട്ട് എവിടെ വേണമെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ തിന്നാം. ഇതിനകത്ത് ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്. അപ്പൊ ഇത് തിന്ന് നോക്കാം. ടേസ്റ്റ് വാനില തോന്നുന്നു, വാനിലയാണ്. നിറയെ ടൂട്ടി ഫ്രൂട്ടിയാണ്. താഴോട്ട് എത്തുമ്പോൾ സ്ട്രോബെറി ഉണ്ട്, സ്ട്രോബെറി ഫ്ലേവർ. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ ചാലഞ്ചസ് ഞാൻ ചെയ്തതിൽ ഇതാണ് നിങ്ങളെല്ലാവരും ഏറ്റവും കൂടുതൽ കൊതിപ്പിക്കുന്നത്. ഫുൾ ഐസ്ക്രീം കഴിക്കുക എന്ന് പറയുന്നത് കൊതി തന്നെയല്ലേ. സിപ്പപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്കൂൾ ടൈമിൽ മുതൽ തിന്നുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഒരു സിപ്പപ്പാണ് ഞാൻ ഇതിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഇത് തിന്നാം. എന്നായത് ബാക്ക് മുറ്റന്ന് എനിക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പ് കൂടിയിട്ട് പൊട്ടിപ്പോയി. ഞാൻ മുന്നിൽ നിന്ന് എടുക്കുന്നത് പോലെ ബാക്കൊന്നും ഉണ്ടാ വരുന്നുണ്ട്. കാരണം കയ്യിലോട്ട് ഇട്ടുന്ന ഒരു പ്ലേറ്റ് എടുക്കട്ടെ. നമ്മളിങ്ങനത്തെ കവേർഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഫ്രീസറിൽ വെക്കുമ്പോൾ ഓവർ തണുപ്പ് വരുമ്പോൾ അതിനോട് ഇതിങ്ങനെ പറ്റി പിടിച്ചിട്ട് അങ്ങ് കീറിപ്പോവും. അങ്ങനെ കീറിപ്പോയത് അതാ. സിപ്പപ്പ് തിന്ന് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഓർമ്മിച്ചത് നമ്മളുടെ ഫ്രീസറിൽ ചോക്കോബാർ ഉണ്ട്. ചോക്കോബാർ ഇല്ലാണ്ട് എന്ത് ഐസ്ക്രീം ചാലഞ്ച് അല്ലേ? ചോക്കോബാർ അല്ലേ എല്ലാവരുടെയും ഫേവറേറ്റ് ഐസ്ക്രീം. അയ്യോ മൈ ചോക്കോബാർ. ഇന്നലെ ഞാൻ വാങ്ങിയിട്ട് വന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചപ്പോഴത്തേക്കും അത് ഇങ്ങനെയായിപ്പോയി. അവിടെ ഇടിയെല്ലാം പൊട്ടിയിട്ടുണ്ട്. പക്ഷേ ചോക്കോബാർ തന്നെയല്ലേ. അപ്പൊ ഇത് തിന്നാം. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ തിന്നും കേട്ടോ. എല്ലാ ചാലഞ്ചസിലും ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് വീട്ടിൽ നിന്ന്. പക്ഷെ ഐസ്ക്രീം ചാലഞ്ചിൽ ഇതുവരെ ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഡിന്നറിന് നമ്മൾ ഉണ്ടാക്കിയിട്ട് എന്തായാലും തിന്നും. അതുവരെ ഒരുപാട് നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല. അപ്പൊ ഇത് ഞാൻ തിന്നാം. നമുക്ക് ഡിന്നറിന് കാണാം. 7 മണി ആയിട്ടുള്ളൂ. എന്തൊക്കെയോ തിന്നണമെന്നുണ്ട്. അപ്പോൾ ഡിന്നർ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാം. സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബന്ന് എടുത്തിട്ടുണ്ട്. ആദ്യം ബന്ന് നടുവിലേക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് വെറും ഒരു പരീക്ഷണമാണ്. ടേസ്റ്റ് നമുക്ക് നോക്കാം. ബാക്കി കഴിഞ്ഞിട്ട് നോക്കാം. ന്യൂട്ടല്ല എടുത്തിട്ടുണ്ട്. ന്യൂട്ടല്ല എടുക്കാം, ഇല്ലെങ്കിൽ ചോക്ലേറ്റ് എടുക്കാം. ന്യൂട്ടല്ല കുറച്ചങ്ങ് ചോക്ലേറ്റ് സോസ് ഇതുപോലെ അങ്ങ് 2 വശത്തും ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കും. ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി ഇടാം. അപ്പോൾ ഞാൻ ടൂട്ടി ഫ്രൂട്ടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി എടുക്കുന്നത് ഐസ്ക്രീമാണ്. ഐസ്ക്രീമിൻ്റെ പെട്ടിയിലാക്കി വിചാരിച്ചിട്ട് വാങ്ങിയതാണെന്ന് വിചാരിക്കണ്ട. നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ പിസ്താച്ചോ ഐസ്ക്രീമാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മുന്നേ ഉണ്ടാക്കിയത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പിസ്താച്ചോനെ വേണമെന്നില്ല, ഏത് വേണമെങ്കിലും എടുക്കാം. ഒരു സ്കൂപ്പ് ഐസ്ക്രീം എടുത്തിട്ട്, ഒന്നല്ല 2 സ്കൂപ്പ് അതങ്ങനെ അതിൻ്റെ നടുവിലിട്ടിട്ട് ഇതും അങ്ങ് വെക്കും. അടുത്ത ബന്ന് ഇതാണ് ഐസ്ക്രീം ബർഗർ. ഹൗസ് ഇറ്റ്. ചോക്ലേറ്റ് സോസും കൂടി ഇതിൻ്റെ മുകളിലാക്കി കൊടുക്കാം. നമ്മളെ ബർഗർ റെഡി. ഇതാണ് ഐസ്ക്രീം ബർഗർ. കാണാനൊരു ബർഗറിൻ്റെ ലുക്ക് തന്നെയുണ്ട്. പച്ച കളറാണല്ലോ. അപ്പോൾ ആ ഒരു ലുക്ക് കിട്ടാൻ തന്നെയാണ് ഞാൻ പിസ്താച്ചോ എടുത്തത് എന്ന് വേണമെങ്കിൽ പറയാം.
ഡിന്നർ സ്പെഷ്യൽ ഐസ്ക്രീം ബർഗർ. തിന്ന് നോക്കാം എങ്ങനെയുണ്ട്. ഐസ്ക്രീമൊക്കെ മെൽട്ടായിട്ട് ഇങ്ങനെ താഴോട്ട് പോകുന്നുണ്ട്. സാരമില്ല, നമുക്കത് കോരി തിന്നാം. നല്ല പിസ്തയുടെ ടേസ്റ്റാണ്. കുഴപ്പമൊന്നുമില്ല, രസമുണ്ട്. ഇടയ്ക്ക് ടൂട്ടി ഫ്രൂട്ടികളും കഴിക്കുന്നുണ്ട്. അതിന് നട്ട്സ് ഇടാം, അപ്പോൾ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും, കൂടുതലുണ്ടാവും. ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ സ്ട്രോബെറിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. കാരണം സ്ട്രോബെറി പൾപ്പ് ആഡ് ചെയ്തതായിരിക്കും. നല്ല പിങ്ക് കളറാണ്. സ്ട്രോബെറിൻ്റെ ടേസ്റ്റ്. ഇന്നത്തെ ഐസ്ക്രീം ചാലഞ്ച് ഡേ കഴിഞ്ഞിരിക്കുകയാണ്. കുറേ ഐസ്ക്രീംസ് കഴിച്ചു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് നൈറ്റ്.